മോനെ ഇതിപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇവിടുത്തെ ലുക്കാകെ മാറിയല്ലേ. പാരിപ്പള്ളി ആകെ മാറിയിരിക്കുന്നു ഗൈസ്. ടോൾ ബഹുത് ഫാസ്റ്റ് ഹേ ടോൾ ബോട്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കൊട്ടി മുതൽ പാരിപ്പള്ളി വരെയുള്ള റോഡ് പണി കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. എല്ലായിടത്തെയും കാഴ്ച കാണിക്കുന്നില്ല, പണികൾ നല്ല രീതിയിൽ പുരോഗമിച്ച ഭാഗത്തെ കാഴ്ചകൾ മാത്രം കാണിക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആറ്റിങ്ങൽ ബൈപ്പാസിൽ വീഡിയോ എടുക്കാൻ പോകണം. മെമ്പറിയിൽ കുറച്ച് സ്ഥലമേ ബാക്കിയുള്ളൂ. അപ്പോൾ കൊട്ടിയത്ത് രണ്ടാമത്തത് പാലത്തിൻ്റെ പണി ഞാൻ ഇതിനു മുമ്പ് ചെയ്തപ്പോൾ ഇവിടെ ഈ പിയറിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. ഇപ്പം പിയറിൻ്റെ പണിയെല്ലാം പുരോഗമിച്ച് പിന്നെ പണിയെല്ലാം പൂർത്തിയായി. അതേപോലെ തന്നെ അടുത്തത് പിയർ ഗ്യാപ്പിൻ്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 പിയർ ഗ്യാപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണോ, പിയറിൻ്റെ പണിയെല്ലാം പുരോഗമിച്ച് ഇവിടെ 2, 4, 5 പിയറിലാണ് കൊട്ടിയത്ത് വരുന്ന മേൽപ്പാലം. ഓക്കെ, ഇവിടെയൊക്കെ പിയർ ഗ്യാപ്പിൻ്റെ പണി ഉടനെ സ്റ്റാർട്ട് ചെയ്യും. വളരെ ഫാസ്റ്റായിട്ടാണ് കേട്ടോ ഇവിടുത്തെ പണി പുരോഗമിച്ച്. മറ്റേ പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മേളിൽ കോൺക്രീറ്റ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതും സടപടയെന്നായിരുന്നു. ഇതിൻ്റെ അപ്പുറം ഭാഗം പോയി നോക്കുകയാണെങ്കിൽ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും പിയർ ഗ്യാപ്പിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മഴ പെയ്തതല്ല കേട്ടോ, അവിടെ ഭയങ്കര പൊടിശല്യം കാരണം ആ പ്രശ്നമായി. അങ്ങനെ ഇപ്പം എപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. തിരിച്ച് പാരിപ്പള്ളി ഭാഗത്തേക്കാണ് പോകേണ്ടത്. അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഫുട്പാത്തിൽ ഇൻ്റർലോക്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുട്പാത്തിന് വീതി കുറവാണ് കേട്ടോ, കുറച്ച് വീതിയേ ഉള്ളൂ. ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പിന്നെ സർവീസ് റോഡ് പൂർത്തിയായിട്ടുണ്ട്. സർവീസ് റോഡിൽ കൂടി നമുക്ക് അങ്ങ് മൈലക്കാട് ഇറക്കം വരെ ബൈക്ക് ഓട്ടിച്ച് പോകാം കേട്ടോ. വലിയ വാഹനങ്ങൾ പോകാൻ പറ്റില്ല, ബൈക്ക് ഓട്ടിച്ച് പോകാം. ഇവിടെ എല്ലാം ഫുട്പാത്ത് ഇൻ്റർലോക്ക് പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തെല്ലാം അടിപൊളിയായിട്ട് ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് വരുന്നത്. കൊട്ടിയത്ത് മേൽപ്പാലം വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മണ്ണിട്ട് ഉറപ്പിക്കുന്ന പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. നല്ല രീതിയിൽ പണി മുന്നോട്ട് പോകുന്നുണ്ട്. കേട്ടോ, മണ്ണിട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് പഴയ റോഡിൽ കൂടെയാണ് കേട്ടോ. ഇനി ആ വാഹനങ്ങൾ 2 സൈഡിലെ സർവീസ് റോഡിലേക്ക് മാറ്റും. 2 സൈഡിലെ സർവീസ് റോഡിൻ്റെ പണി ടാറിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഉടനെ തന്നെ വാഹനങ്ങൾ സർവീസ് റോഡ് വഴി കയറ്റി വിടും. എന്നിട്ട് ഇവിടെ ഫുള്ള് മണ്ണിട്ട് ഉയർത്തും കേട്ടോ. ഇവിടുന്ന് തൊട്ട് തന്നെ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, മംഗല്യ ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ നിന്നാണ് റോഡ് ഉയർന്നു വരുന്നത് കേട്ടോ. ആ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ തന്നെയാണ് ഒരു എക്സിറ്റും എൻട്രി ഉള്ളത്. കൊട്ടിയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പം നാഷണൽ ഹൈവേയിലേക്കുള്ള എൻട്രി ഇവിടെ ഈ മംഗല്യ ഓഡിറ്റോറിയം കഴിഞ്ഞ് കിംസ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ മെയിൻ റോഡിലേക്കുള്ള എൻട്രി ഉള്ളത്. ഇവിടെയാണ് എൻട്രി. ഇത് മൈലക്കാട് ഇറക്കമാണ്. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ
ഒരുപാട് പണി ആവശ്യമാണ് കേട്ടോ. മണ്ണാണ് ഇവിടെ പ്രധാന ആവശ്യ വസ്തു. ഇവിടെ എന്ത് മണ്ണ് കയറുമെന്നറിയോ? ഒരുപാട് മണ്ണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ മണ്ണാണ് കേട്ടോ. വലിയ ടോറസിലൊക്കെ കൊണ്ടുവന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ശതമാനം മാത്രമേ മണ്ണാവുന്നുള്ളൂ. ഇതൊക്കെ കണ്ട വലിയ ടോറസിൽ കൊണ്ടുവന്ന് അടിക്കുന്ന മണ്ണാണ്. ഇത് പണി വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്, മണ്ണാണ് കേട്ടോ. ഒരുപാട് മണ്ണ് വേണ്ടി വരും ഈ ഭാഗത്തെല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ആണ് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അത്രയും ഉയരത്തിൽ ആ അണ്ടർപാസ് ഉണ്ടോ, അതിൻ്റെ മേളിൽ വരെ എത്തുന്ന അത്രയും മണ്ണ് വേണ്ടി വരും. വലിയ അണ്ടർപാസ്സാണ് കേട്ടോ. ഇത്തിക്കര എത്തിയിട്ടുണ്ട്. ഇത്തിക്കരയിൽ ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് ടാറിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത്തിക്കര പാലത്തിൻ്റെ മേൽഭാഗമൊക്കെ, ഇത്തിക്കര പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോയി ഒന്ന് അവിടെ വരുന്ന 2 മേൽപ്പാലത്തിൻ്റെയും കോൺക്രീറ്റ് വർക്ക് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം ചാത്തന്നൂർ തിരുമുക്ക് കഴിഞ്ഞിട്ട് ചാത്തന്നൂർ ജംഗ്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊടിയുണ്ടോ? എന്തൊരു പൊടിയാണ്. ഗൈസ്, ഇത് പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഇവിടെ ഈ ഇടയ്ക്കാണ് കണ്ണു തുറക്കാൻ പറ്റത്തില്ല ഗൈസ്, പൊടി. ഈ ഭാഗത്ത് ഇത് തിരുമുക്കിൽ നിന്ന് ചാത്തന്നൂർ ജംഗ്ഷൻ്റെ ഇടയിലുള്ള ഭാഗമാണ്. ഇവിടെ ഈ ആറൂര് പാതയുടെ കുറച്ച് ഭാഗം ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദൂരത്തിൽ, ബാക്കി ഭാഗവും ഇതേപോലെ തന്നെ ഉടനെ ടാറിങ് നടക്കുന്നതായിരിക്കും. നിലവിലുള്ള റോഡിൽ നിന്ന് ഇത്രയും ഉയരത്തിലാണ് പുതിയ റോഡ് ടാർ ചെയ്യുന്നത്. നല്ല ഉയരത്തിലാണ്. ചാത്തന്നൂർ ജംഗ്ഷനിലോട്ട് എത്തപ്പോൾ ഇത് നമ്മൾ മുമ്പേ കാണിച്ച വീഡിയോയിൽ പോലെ തന്നെയാണ്. ഇവിടെ മണ്ണിട്ട് ഉയർത്തണം, അതിങ്ങനെ പതിയെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചാത്തന്നൂർ വരുന്ന മേൽപ്പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മേൽപ്പാലമാണോ വാട്ടർപാസ് ആണോ, ഒരു മിനി മേൽപ്പാലം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 3 പിയറിൽ വരുന്ന മേൽപ്പാലമാണ് കേട്ടോ ചാത്തന്നൂർ വരുന്നത്. കേട്ടോ, ഇതാണ് ചാത്തന്നൂർ വരുന്ന അണ്ടർപാസ്. അത്യാവശ്യം തരക്കേടില്ലാത്ത അണ്ടർപാസ് എന്നോ മേൽപ്പാലം എന്ന് പറയാം. 3 പിയറിലാണ് കേട്ടോ വരുന്നത്. ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് കേട്ടോ കടന്നു പോകുന്നത്. പിന്നെ അവിടുത്തെ മെയിൻ റോഡിൻ്റെ പണി നടക്കുകയാണ്. ഉടനെ ഈ ഭാഗത്ത് ടാറിങ് ചെയ്യും. കുറച്ചപ്പുറത്തോട്ട് ഓൾറെഡി ടാറിങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസ് 2-3 വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുന്ന ഭാഗമാണ്.
അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. ആ അണ്ടർപാസിനോടനുബന്ധിച്ചുള്ള റോഡാണ്. റോഡ് ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനു മുമ്പ് വന്നപ്പോൾ ഇത്രയും ഉയർത്തിയിട്ടില്ലായിരുന്നു തോന്നുന്നു. ഫ്രണ്ട്സ്, അതേപോലെ നമ്മൾ എറണാകുളത്തേക്ക് പോവാണ് സൊമാറ്റോ വർക്ക് ചെയ്യാൻ. അപ്പോഴും ഇവിടുത്തെ വീഡിയോസ് കുറച്ച് നാളത്തേക്ക് ഇടാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഈ ഭാഗത്ത് വീഡിയോ എടുക്കുന്നത്. രണ്ട് മൂന്ന് ദിവസത്തിനകം എറണാകുളത്തോട്ട് പോകും. ഇത് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഭാഗത്ത് അണ്ടർപാസാണ്. റോഡ് നിറച്ച് വാഹനങ്ങളാണല്ലോ. കേട്ടോ, ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് KSRTCയിലേക്ക് തിരിയുന്ന ആ അണ്ടർപാസ് വരുന്ന ഭാഗം മണ്ണിട്ട് ഉയർത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കുറേ ദൂരത്തേക്ക് 6 വരി പാതയുടെ ഫസ്റ്റ് ലെയറിങ് ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. 2 സൈഡിലെയും വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് കടത്തി വിടുന്നത്. അപ്പുറ സൈഡ് സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ പോകുന്നത്. ഇങ്ങോട്ടും സർവീസ് റോഡ് വഴിയാണ് കേട്ടോ വാഹനങ്ങൾ കടത്തി വിടുന്നത്. ഇപ്പോഴല്ല, കുറേ 3-4 മാസമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഈ ഭാഗത്തൊക്കെ റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിങ് കുറേ ദൂരത്തേക്ക് പൂർത്തിയായതാണ്. ഇവിടെ നിരന്ന പ്രദേശമായിരുന്നു കുറേ ദൂരത്തേക്ക്. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇവിടെ പണി പൂർത്തിയായത്. ഈ മെയിൻ റോഡിൽ നിറച്ച് റോഡ് നിർമ്മാണ സാമഗ്രികളാണ് കേട്ടോ. വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് കടന്നു പോകുന്നത്. നിർമ്മാണം പൂർത്തിയായ ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായ മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇപ്പം ചീമാട്ടി ജംഗ്ഷനിലെ അണ്ടർപാസിന് മുകളിൽ കൂടെ വാഹനങ്ങൾ കടത്തി വിട്ടു ഗൈസ്. അടിപൊളി. വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. നമ്മൾ ചീമാട്ടി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചീമാട്ടി ജംഗ്ഷനിലെ അണ്ടർപാസിന് മുകളിൽ കൂടിയാണ്. ഒരു ഭാഗത്തെ 3 വരി പാതയിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇത് പുതിയ അപ്ഡേറ്റ് ആണ്. ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഇതുവഴി വാഹനങ്ങൾ കടത്തി വിട്ടിട്ടില്ലായിരുന്നു. കേട്ടോ, ഇതേപോലെ ആവും കേട്ടോ. അപ്പോൾ ഒരു തിരക്കുമില്ല. 6 വരി പാതയ്ക്കുള്ള വാഹനങ്ങളെ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് തോന്നുന്നു. നമ്മളിപ്പോൾ ചീമാട്ടി ജംഗ്ഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. ചീമാട്ടി ടൗൺ ആളൊഴിഞ്ഞു പോയല്ലോ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ടൗണുകൾ കംപ്ലീറ്റ് ആളൊഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കുകൾ കംപ്ലീറ്റ് ഒഴിയും. ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് കോൺക്രീറ്റ് ഒക്കെ ചെയ്തേക്കുന്നത്? വിള്ളലുണ്ടോ? മോനെ, ഇതിപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇവിടുത്തെ ലുക്കാകെ മാറിയല്ലേ. നമ്മൾ ചീമാട്ടി ജംഗ്ഷനിലാണ് കേട്ടാ. വാട്ട് എ ബ്യൂട്ടി. റോഡിലൊന്നും തിരക്കില്ലല്ലേ, വാഹനങ്ങളൊന്നും ഇല്ല. 6 വരി പാത ഓടാനുള്ള വാഹനം ഇല്ലയുടെ നമ്മളെ നാട്ടിൽ. ഞാൻ എറണാകുളത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ സെറ്റപ്പ് ആവുമായിരിക്കും അല്ലേ. എറണാകുളത്ത് നമ്മളൊരു 2 മാസം വർക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അവിടുത്തെ കുറച്ച് വീഡിയോസ് എടുക്കാം, റോഡ് വീഡിയോസ് എടുക്കാം. അതുപോലെ സൊമാറ്റോ വ്ളോഗും ചെയ്യുന്നുണ്ട് എറണാകുളത്ത്. റോഡ് വീഡിയോസ് എടുക്കണം. അവിടുത്തെ പറവൂരൊക്കെ പോയിട്ടുള്ള റോഡ് വീഡിയോസ് എടുക്കണം. അങ്ങോട്ടുള്ള റോഡ് വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. നമ്മുടെ നാട്ടിൽ റോഡ് പണി അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം സ്പിന്നിങ് മില്ലിൻ്റെ ഭാഗത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചീമാട്ടി ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ വണ്ടികൾ പറക്കുമല്ലോ. ഇത്രയും ദൂരത്തൊക്കെ പണി മുമ്പേ പൂർത്തീകരിച്ചിരുന്നു. പക്ഷെ വാഹനങ്ങൾ ഇപ്പം കംപ്ലീറ്റ് മെയിൻ റോഡിൽ കൂടെയാണ് കേട്ടോ തുറന്നു കൊടുത്തിരിക്കുന്നത്. കിലോമീറ്റേഴ്സ് നമ്മൾ പറന്നുകൊണ്ടിരിക്കണം.
ഞാൻ പറയാറൊക്കൊന്നുമല്ല, ഇത് 40-ലാണ് പോകുന്നത്. 40-ന് മേലെ പോകില്ല നമ്മുടെ വണ്ടി. 40-ന് മേളിൽ പോയപ്പോൾ ഭയങ്കര വൈബ്രേഷനാണ് നമ്മുടെ ബൈക്ക്. വയസ്സായി, ഞാനും വയസ്സായി, ബൈക്കും വയസ്സായി. ഇവിടെ ചെറിയൊരു കുന്നുണ്ടായിരുന്നു, നല്ല വലിയ പാറകളായിരുന്നു. ഇത് മാസങ്ങളായിട്ട് പാറകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണി എന്തായെന്ന് നോക്കാം, പൊട്ടിച്ച് തീർന്നോ നോക്കാം. എപ്പോൾ വന്നാലും ഇവിടെ പാറ പൊട്ടി ഇല്ല ഗൈസ്, പാറ ഇനിയും പൊട്ടിക്കാനുണ്ട്. വല്ലാത്തൊരു പാറ പൊട്ടിപ്പായിപ്പ് കേട്ടോ. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പാറ പൊട്ടിപ്പെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇവിടുന്ന് ഒരുപാട് പാറ കയറി കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ പാറ അല്ല, അത് അടിപൊളി ക്വാളിറ്റിയുള്ള പാറയാണ് കേട്ടോ. ഇനിയും പാറ പൊട്ടിക്കാനുണ്ട്, പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. ഈ സർവീസ് റോഡ് മോളിൽ കൂടെ ഉയർന്നു പോകും ഈ ഭാഗത്ത്. അത് വളരെ ഉപകാരം, മേളിലുള്ള വീടുകാർക്ക് നല്ല രീതിയിൽ റോഡ് ആക്സസ് ചെയ്യും. മുമ്പേ റോഡിൽ വീട്ടിൽ കയറണമെങ്കിൽ വലിയ സ്റ്റെപ്പ് നടന്ന് കയറണം, റോഡ് അതുവഴി കറങ്ങിയങ്ങണ്ടായിരുന്നു. നമ്മളിപ്പം ഇത് ഏതാണ് സ്ഥലം? കല്ലുവാതുക്കൽ. കല്ലുവാതുക്കൽ എത്തിയിട്ടുണ്ട്. കല്ലുവാതുക്കൽ പ്രത്യേകിച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പം ഈ കാണിച്ച കാര്യങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ കാണുന്ന കാഴ്ച കല്ലുവാതുക്കൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ കാഴ്ചയാണ്. ഇവിടെ ടാറിങ് പ്രവർത്തനം ഇവിടെയൊക്കെ ടാറിങ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയ പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു പൊടിയാണ് സംസാരിക്കാൻ കഴിയും. ഈ ഭാഗത്ത് സർവീസ് റോഡ് രണ്ട് ഭാഗത്ത് ഉയർന്നിട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ പാരിപ്പള്ളി എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കേട്ടോ ടോള് വരുന്നത്. പാരിപ്പള്ളിയുടെയും കല്ലുവാതുക്കലുടെയും ഇടയിൽ ടോളിൻ്റെ പണി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. റോഡ് പണി തീരുന്നതിന് മുമ്പ് ടോൾ ബൂത്തിൻ്റെ പണി തീരും. ഇത് ഹോട്ടൽ പണി തീരുന്നതിന് മുമ്പ് ക്യാഷ്യറിലെ പണി അല്ലേ, അതേ സംഭവമാണ്. ആദ്യം ക്യാഷ്യർ പണിയുക, എന്നിട്ട് ഹോട്ടൽ പണി ചെയ്യുക. ടോളിൻ്റെ പണി. വാവ്, ടോൾ ബഹുത്ത് ഫാസ്റ്റ് ഹേ ടോൾ ബൂത്ത്. ഇവിടെയാണ് കേട്ടോ ടോൾ ബൂത്ത് വരുന്നത്, പാരിപ്പള്ളിയും കല്ലുവാതുക്കലിൻ്റെ ഇടയിൽ. ടോൾ ബൂത്തിൻ്റെ അവിടെ സർവീസ് റോഡ് കാണത്തില്ല കേട്ടോ, പക്ഷെ അവിടെ ഒരു സർവീസ് സെൻ്റർ ഉണ്ട്, കാർ വാഷ്. എത്ര ബൂത്തുണ്ട് എനിക്ക് തോന്നുന്നു, ഒരു സൈഡ് 5 എണ്ണം കാണുമെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല, പണി പൂർത്തിയായിട്ടില്ല കേട്ടോ, പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ആയിരുന്നു തോന്നുന്നത് ആ കെട്ടിടം. ഇവിടെ സർവീസ് റോഡില്ലല്ലോ, ഇവിടെ വലിയ ലോറികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ കാണുമായിരിക്കും. ഇല്ല, ഇവിടെ അത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ല. ഇതൊക്കെ ടോയ്ലറ്റ് സൗകര്യമോ അല്ലെങ്കിൽ ഓഫീസോ അങ്ങനായിരിക്കും. അപ്പുറത്ത് കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ടോൾ ബൂത്തിൻ്റെ അവിടെയൊക്കെ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ വേണം, പക്ഷേ ഇവിടെ അതൊന്നുമില്ല. അങ്ങനെ കുറച്ചും കൂടി സ്ഥലം ഏറ്റെടുക്കേണ്ടതായിരുന്നു. ഇവിടെ ആ റോഡ് പോകുന്ന 6 വരി പാത അത്രേ ഉള്ളൂ. ഇവിടെ ഈ രീതിയിലാണോ? യെസ്. ഇങ്ങോട്ടുള്ള ടോൾ ബൂത്ത് ഈ ഭാഗത്തും, കൊല്ലത്തും തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ആ ഭാഗത്ത്, അങ്ങനെയാണ് കേട്ടോ. അന്നേരം ഒരു വശത്ത് 5 കൂടുതൽ ടോൾ ബൂത്ത് കാണും കേട്ടോ. 2 ഭാഗത്തായിട്ടാണ് ടോൾ ബൂത്ത്. അത് നല്ലൊരു മൂവ്മെൻ്റ് ആണ്. നമ്മളങ്ങനെ പാരിപ്പള്ളി എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളെ വീഡിയോ
പാരിപ്പള്ളി ടൗൺ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത വീഡിയോ ആറ്റിങ്ങൽ ബൈപ്പാസിലെ കാഴ്ചകളാണ് കാണാൻ വരുന്നത്. ബാറ്ററി ചാർജ് ഇല്ല, മെമ്മറി ഇല്ല, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം. പാരിപ്പള്ളിയിൽ വരുന്ന മേൽപ്പാലത്തിനോടനുബന്ധിച്ച് വരുന്ന റോഡിൻ്റെ ടാറിങ് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട് കേട്ടോ. അയ്യോ ഷിറ്റ്, നമുക്ക് അതുവഴി കുറച്ച് പോയി കാഴ്ച കാണാറ്. ഞാൻ എക്സിറ്റിൽ ഇറങ്ങി. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അങ്ങനെ നമ്മൾ പാരിപ്പള്ളി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ മേളിൽ ഗഡറുകളൊക്കെ എടുത്ത് സ്ഥാപിച്ച്, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴും അതേപോലെയാണ് കേട്ടോ. ക്രോസ് ഗഡറിൻ്റെ ഒക്കെ പണി നടക്കുവാണ്. ഗഡറുകൾ മുഴുവനും സ്ഥാപിച്ചിട്ടില്ല. ഒരു സൈഡിലെ മേൽപ്പാലത്തിൽ മുഴുവൻ ഗഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് രണ്ട് പിയറിൻ്റെ ഇടയിൽ വരുന്ന ഗഡറുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പാരിപ്പള്ളി ആകെ മാറിയിരിക്കുന്നു ഗൈസ്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.